ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ജോഷില കൂടി ചേരുന്നു. ജോഷില എവിടെയാണ് ഉള്ളത്? ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം എങ്ങനെ പുരോഗമിക്കുന്നു? ഡിവൈഎഫ്ഐ ഇന്നും സാധാരണ രീതിയിൽ തന്നെ പൊതിച്ചോറ് വിതരണം മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് വാങ്ങാനായി എത്തിയ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞ കാര്യം ഇത് നിർത്തരുത്, ജനങ്ങൾ കാത്തിരിക്കുന്ന ഒന്നാണ് എന്നാണ്. ചേച്ചി, പൊതിച്ചോറ് കിട്ടിയോ? പൊതിച്ചോറ് നിർത്തലാക്കാൻ മന്ത്രി പറഞ്ഞു, എന്താ പറയാൻ? രോഗികളൊക്കെ ഇടങ്ങാറാവും നിർത്തിയാലും. ഇതാണ് ചേച്ചി പറഞ്ഞത്, രോഗികൾ അത്രയും ഇടങ്ങാറാകും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ പൊതിച്ചോറ് നിർത്തിയാൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നതാണ് പൊതിച്ചോറിനെ. ഏട്ടാ, പൊതിച്ചോറ് നിർത്താൻ വേണ്ടി മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഡിവൈഎഫ്ഐയോട്. എന്താ ഏട്ടൻ എന്താ തോന്നുന്നത്? ഇതും കൂടെ നിർത്തിയ പാവങ്ങൾ പട്ടിണിയാവും, അത്രേ ഉള്ളൂ. ഇതുകൂടെ നിർത്തിയാൽ പാവങ്ങൾ പട്ടിണിയിലാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഷമ്മി. ഇതുപോലെ ഒരുപാട് ആളുകൾ, സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചേരുന്നത് സാധാരണക്കാരായ ആളുകളാണ്. പൊതുവെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ചികിത്സാ സഹായം തേടി എത്തുന്നത്. അവർക്കാണ് ഈ പൊതിച്ചോർ ഡിവൈഎഫ്ഐ കൃത്യസമയത്ത് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ തീർച്ചയായും ജോഷില, ഈ വിശപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ ഒരു വിഷയമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏതൊരു ഭരണകൂടത്തിൻ്റെയും ഏതൊരു സംഘടനകളുടെയും പ്രാഥമികമായ ഉത്തരവാദിത്വം. അത് മനസ്സിലാക്കാൻ പക്ഷേ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നില്ല. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഈ വിശപ്പിൻ്റെ വില അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിശപ്പ് അദ്ദേഹം അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ നിൽക്കുന്ന മനുഷ്യരൊക്കെ ഡിവൈഎഫ്ഐ നൽകുന്ന ആ ഒരു പൊതിച്ചോറ് വാങ്ങാൻ വേണ്ടി എത്തുന്നവരാണ്. അവർക്ക് വേണ്ടിയാണ് ഈ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ള വസ്തുത ഇനിയെങ്കിലും തിരിച്ചറിയുക. എന്തിനും ഏതിലും രാഷ്ട്രീയം കാണുന്ന ആ കണ്ണ് മാറ്റിവെച്ച് ഒരു മറ്റ മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് ഈ വിഷയത്തെ കാണാൻ ആരോഗ്യമന്ത്രി തയ്യാറാവുകയാണ് വേണ്ടത്.